ഒരു കർഷകൻ എലികളാൽ വളരെ ബുദ്ധിമുട്ടി. അയാൾ ഒരു വെള്ളപ്പൂച്ചയെ വാങ്ങി. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എല്ലാ എലികളും ഇല്ലാതായി. പ്രശ്നം തീർന്നുവെന്ന് കരുതി അയാൾ ആ പൂച്ചയെ വിറ്റു. പക്ഷേ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എലികൾ വീണ്ടും വന്നു. ഇത്തവണ അയാൾ ഒരു കറുത്ത പൂച്ചയെ വാങ്ങി. താൻ ജോലി ചെയ്യുന്നു എന്നതിന് തെളിവായി എല്ലാ ദിവസവും ഒരു എലിയെ പിടിച്ച് കർഷകന്റെ മുന്നിൽ കൊണ്ടുപോയി വയ്ക്കും. മറ്റ് സമയങ്ങളിൽ അത് എലികളെ ഓടിച്ചു വിടും. പൂർണ്ണമായും ഇല്ലാതാക്കില്ല. അതുകൊണ്ട് തന്നെ എലികൾ തുടർന്നുമുണ്ടാകും. പൂച്ച എലികളെ മുഴുവനായും ഇല്ലാതാക്കുന്നില്ല. അതിനാൽ എലികളെന്ന പ്രശ്നം പൂർണ്ണമായും തീരുന്നില്ല. പ്രശ്നം പൂർണ്ണമായും പരിഹരിച്ചാൽ പൂച്ചയുടെ ആവശ്യം ഇല്ലാതാകുമെന്ന് പൂച്ചയ്ക്ക് നന്നായി അറിയാം. അതിനാൽ അതെപ്പോഴും അല്പം പ്രശ്നം നിലനിർത്തും. താൻ അത്യാവശ്യമാണെന്ന് യജമാനെ തോന്നിപ്പിക്കും. ചില നേതാക്കൾ പ്രശ്നം പൂർണ്ണമായും തീർക്കുന്ന ആളുകളെ അത്ര കണ്ട് ശ്രദ്ധിക്കാറില്ല. പകരം പ്രശ്നം പൂർണ്ണമായും തീർക്കാതെ കുറച്ച് നിലനിർത്തുന്ന ആളുകളെയാണ് അവർ കൂടുതൽ വിലമതിക്കുന്നത്. കാരണം അങ്ങനെ പ്രശ്നം കുറച്ച് നിലനിർത്തുന്ന ആളുകൾ കൂടെയുണ്ടെങ്കിൽ നേതാവിന് തോന്നും ഇവരില്ലെങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് നടക്കില്ല എന്ന്. പ്രശ്നം പൂർണ്ണമായും തീർന്നാൽ ആ വ്യക്തിയുടെ ആവശ്യം കുറയും. പ്രശ്നം തുടരുമ്പോൾ ആ വ്യക്തിയുടെ ആവശ്യം കൂടുതലായി തോന്നും. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു സോ മച്ച്.